ഞാനിവിടെ ഒരാളെ കാണാൻ വന്നതാ. ഓ, വർക്കൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, അങ്ങനെയൊക്കെ തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ തൻ്റെ ഫാമിലി ലൈഫൊക്കെ എങ്ങനെ പോകണം? അതുമായി ബന്ധപ്പെട്ട ഇന്നിവിടെ വന്നേ. ഇന്നൊരു ചെക്കൻ കാണാൻ വരുന്നുണ്ട്. സാധാരണ അല്ലാത്തവണയും വീട്ടിലോട്ടല്ല വരാറ്. അതുകൊണ്ട് ഇനി എനിക്ക് ഓക്കെ മാത്രം വീട്ടിലോട്ട് വന്നാൽ മതി എന്നാക്കി. എന്തിനാ വെറുതെ എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്നത്? നീ കുറച്ചുകൂടി പ്രാക്ടിക്കലായി ചിന്തിച്ചു തുടങ്ങിയല്ലോ. പ്രാക്ടിക്കലി ചിന്തിച്ചാലല്ലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ പിന്നെയും പാർട്ട്ണറെ കുറിച്ച് കൊടുത്ത് കരയേണ്ടി വരും. നീ എന്തോ കുത്തി പറയുന്ന പോലെ തോന്നുന്നു. ഏയ്, കുത്തി പറഞ്ഞൊന്നല്ല, ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞ. നിനക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ നിന്നോട് എനിക്ക് എന്തെങ്കിലും ഒരു റോൾ നിന്റെ ലൈഫിലുണ്ടോ എന്ന് ചോദിച്ചു തോക്കുന്നുണ്ടോ? ഓർക്കാനിട്ടൊന്നുമല്ല, അന്നത്തെ എൻ്റെ സിറ്റുവേഷൻ നിനക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ. എന്നിട്ട് നീ വന്നിട്ട് അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? ശരിയാ, പക്ഷേ ഞാനതൊന്നും മറന്നിട്ടില്ല. എനിക്കതൊന്നും മറക്കാനും പറ്റൂല. അതിനുള്ള കാരണം ഞാൻ പറയാതെ നിനക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും മോശം സമയത്താണ് നിന്റെ അടുത്തേക്ക് ഓടി വന്നത്. അത് നിനക്ക് മാത്രമല്ല, എനിക്കും മോശം സമയമായിരുന്നു. ശരിയാ, പക്ഷേ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ നിൽക്കാതെ, അല്ലെങ്കിൽ എന്നോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പോലും പറയാതെ നീ ഒന്നും ഒരു നിലപാട് സ്വീകരിക്കാതല്ലേ അവിടെ നിന്നത്. ഞാൻ ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമായിരുന്നു? എന്നിട്ട് ഞാൻ മൂവ് ഓൺ ആയപ്പോൾ ഞാൻ നിന്നെ തേച്ചു നന്നായി. നീ ഒന്നും ഒരു നിലപാടും സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ആ, ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛനെ? ഒന്നും പറയാനായിട്ടില്ല. ഞാനാണെങ്കിൽ ഇതൊരു വീട്ടിൽ അറിയിച്ചിട്ടില്ല. ചെറിയൊരു ആക്സിഡൻ്റ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്നിപ്പോൾ 5 ദിവസമായി. ഐസിയിലേക്കാണെങ്കിൽ ആരും കയറ്റി കാണിക്കുന്നില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. നീ വരുന്നു പറഞ്ഞില്ലല്ലോ, എങ്ങനെ വന്നേ? എനിക്ക് സ്ഥലമൊന്നും അറിയില്ലായിരുന്നു. പിന്നെ നീ ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അത് വെച്ച് സ്ഥലവും പേരും വെച്ച് ഗൂഗിൾ ചെയ്ത് വന്നതാ. എനിക്ക് അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. നിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് ഫുൾ ടെൻഷനായി. നീ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ തമാശയാണെന്ന് എഴുതി. വരുന്ന ഒട്ടും വിചാരിച്ചില്ല. എനിക്ക് ഈ അവസ്ഥയിൽ എന്ത് പറഞ്ഞു തരണം, എങ്ങനെയെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് നിന്നെ കാണേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു. അതാ ഞാൻ വന്നേ. എന്താ, എന്തെങ്കിലും വള്ളി പിടിച്ച് വന്നാണോ? നിനക്കെൻ്റെ സിറ്റുവേഷൻ അറിയാലോ. ഈ അവസ്ഥയിൽ എനിക്കൊരു പ്രഷർ കൂടെ താങ്ങില്ല. അതെനിക്ക് മനസ്സിലായി. ഞാനൊരു കാര്യം ഓപ്പണായി ചോദിച്ചാൽ നിനക്ക് കൃത്യമായ ഒരു മറുപടി തരാൻ പറ്റുമോ? നീ വലിച്ചിട്ടാന്ന കാര്യം പറ, എന്നിട്ട് തീരുമാനിക്കാൻ എന്ത് പറയണമെന്ന്. വീട്ടിൽ നല്ല പ്രഷറുണ്ട് കല്യാണം കഴിക്കാൻ. ഞാൻ വെയിറ്റ് ചെയ്യുന്നതിനോട് എന്താ നിന്റെ അഭിപ്രായം? നീ ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണോ ഇതൊക്കെ എന്നോട് ചോദിക്കുന്നേ? നീ സങ്കടപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല. നിന്റെ അവസ്ഥ മനസ്സിലാക്കി തന്നെ. എടാ, ഞാൻ വെയിറ്റ് ചെയ്യാൻ ഓക്കെയാന്ന്. നിന്റെ അഭിപ്രായം ഞാൻ ചോദിക്കുന്നേ, അല്ലാതെ ഇപ്പൊ തന്നെ ഇറങ്ങി വരാന്നല്ല പറയുന്നേ. അതല്ല, നമ്മൾ രണ്ടുപേരും ഈ റിലേഷൻ ഇതുവരെ പോകുന്ന ഓർത്തതല്ല. പിന്നെ നമ്മുടെ ഫാമിലിനെ എല്ലാവരെയും മൊത്തത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും നമുക്കാവില്ല. 2 കാസ്റ്റ്, 2 കൾച്ചർ, ഇത് വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ശരിയാ, നമ്മൾ ഈ റിലേഷൻ കല്യാണം എന്ന രീതിയിലല്ല തുടങ്ങിയത്. പക്ഷെ ഒരുപാട് ഡീപ്പായി പോയില്ലേ? എനിക്ക് നിന്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. പിന്നെ പറ, ഇത്രയും നാൾ നീ എങ്ങനെ വീട്ടിൽ പിടിച്ചെന്നു? വീട്ടിൽ പിടിച്ചെന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിപ്പോഴും ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ്റെ വെളിയിൽ നിൽക്കുക. എനിക്കിതുവരെ മൂണാവാൻ പറ്റിയിട്ടില്ല. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ ഒന്നും വിചാരിക്കരുത്. എന്നാൽ പിന്നെ നമുക്കൊന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്താലോ? ഇത് വർക്കാവോ നോക്കാം. ഇതിന് വർക്കാവൂല. അന്ന് നീ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതെൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട്.
കാസ്റ്റും ഫാമിലി സ്റ്റാറ്റസും ഒക്കെ നോക്കി റിലേഷൻഷിപ്പിന് മാർക്കിടുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷൻ ഉണ്ട്, അതിന് കൂടി ഒന്ന് വാല്യൂ കൊടുക്കണം. ഈ സെക്സ് എന്ന് പറയുന്നത് ഒരു പ്രോമിസ് അല്ല, പക്ഷെ അതൊരു ട്രസ്റ്റാണ്. അത് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഈ റിലേഷൻഷിപ്പിന് എന്ത് വാല്യൂഡ് ഉള്ളത്? എടാ അന്നത്തെ എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ് മാറുന്നല്ലേ പറഞ്ഞു വരുന്നത്. അത്തരത്തിലുള്ളൊരു പരീക്ഷണത്തിന് ഞാനില്ല. അന്ന് എനിക്ക് കിട്ടിയ ക്ലോഷർ എന്താണെന്ന് എനിക്ക് ഇപ്പോഴാണ് ക്ലിയർ ആയത്. അപ്പോൾ ശരി, പിന്നെ കാണാമെന്ന് ഞാൻ പറയുന്നില്ല. ഇനി മാക്സിമം കാണാൻ ഇടവരാതിരിക്കട്ടെ. ഞാനൊന്ന് പറയട്ടെ.